അതുകൊണ്ട് ഓപ്പണിംഗ് സീനിൽ കൈഡോയെയും അവൻ്റെ മകളെ ആയിരിക്കും കാണിക്കുക. കൈഡോയുടെ മകളാണെങ്കിൽ അവളുടെ ആ ഒരു ട്രാൻസ്ഫർമേഷനിലേക്ക് പോയി കഴിഞ്ഞു. കൈഡോയ്ക്കാണെങ്കിൽ അതെല്ലാം കണ്ട് ഭയങ്കര അത്ഭുതം. കാരണം ഇത്രയും കാലം അവൻ കരുതിയത് അവളൊരു ചെറിയ പെൺകുട്ടിയാണ്, അവൾക്ക് അവൻ കരുതും പോലെ വലിയ പവറൊന്നും ഇല്ല എന്നാണ്. ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവളെ ഉഷാറാക്കി എടുക്കണം എന്നാണ് കൈഡോ ആഗ്രഹിച്ചത്. പക്ഷെ ഇപ്പോഴാണ് അവൻ കരുതിയതിന് മുകളിലാണ് അവളുടെ പവറെന്ന് കൈഡോ തിരിച്ചറിയുക. കൈഡോയ്ക്കാണെങ്കിൽ അവളെ അറ്റാക്ക് ചെയ്യാൻ മനസ്സ് വരില്ല. പക്ഷേ അവൾ കൈഡോയ്ക്ക് എതിരായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കിയ കൈഡോയുടെ കംപ്ലീറ്റും കൺട്രോൾ പോയി. അവൻ വീണ്ടും വീണ്ടും അവളുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. കൈഡോയുടെ എല്ലാ അറ്റാക്കും കൈഡോയുടെ മകള് അവൾ പ്രതിരോധിക്കുമെങ്കിലും വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഒന്നും അവൾക്ക് തിരികെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ അവർ രണ്ടുപേരും അവരെ കൊണ്ട് പറ്റും പോലെ പൊരിഞ്ഞ പോരാട്ടം. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് സസക്കയെയും ഫ്രാങ്കയെയും കാണിക്കും. അവരാണെങ്കിൽ നിർത്താതെ അറ്റാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. താഴെ വീണ സസക്കെ വീണ്ടും യാതൊരു കൂസലും ഇല്ലാതെ ചാടി എഴുന്നേറ്റ് അവന്റെ ചാർജിന് വെച്ച രണ്ട് കത്തികൾ അങ്ങനെ കറക്കും. അതിനുശേഷം ആ ബെൽറ്റും കറക്കി ഫ്രാങ്കിയുടെ തൊട്ടടുത്തേക്ക് വരികയാണ്. ഫ്രാങ്കി ആണെങ്കിൽ വീണ്ടും അവന്റെ മെറ്റലും കൈയൊക്കെ ഉപയോഗിച്ച് ആ അറ്റാക്കുകളെ തടയാനായിട്ട് ശ്രമിക്കും. പക്ഷേ എന്താ, ഇത്തവണ ഫ്രാങ്കി കരുതിയതുപോലെ അവന്റെ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല ഫ്രാങ്കിയുടെ ഒരു കൈ അതങ്ങനെ വെട്ടി താഴെ വീഴുകയാണ്. ഡയറക്റ്റ് ആയിട്ട് അവനുമായിട്ട് ഏറ്റുമുട്ടുന്നത് ബുദ്ധിയല്ല. സോ തൽക്കാലത്തേക്ക് മറ്റെന്തെങ്കിലും വഴി കണ്ടെത്തണമെന്ന് പറഞ്ഞ് ഫ്രാങ്കി ഉഷാറായിട്ട് മുൻപോട്ടേക്ക് ഓടും. ആ വില്ലനാണെങ്കിൽ കളിയാക്കും, എന്തുപറ്റി, ഇത്ര വേഗം നീ പേടിച്ചു പോയോ? മര്യാദയ്ക്ക് നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നോട് ഫൈറ്റ് ചെയ്യ്. ഒരു കാരണവശാലും എന്റെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവൻ പിന്നാലെ ഓടി ഫ്രാങ്കി അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്കാണെങ്കിൽ നന്നായിട്ട് അറിയാം അവൻ ട്രിഗർ ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന്. ഇപ്പോ അവനുമായിട്ട് ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യുന്നത് ബുദ്ധിയല്ല, മറ്റെന്തെങ്കിലും വഴി കണ്ടെത്തണമെന്ന് പറഞ്ഞ് ഡിവോട്ട് ചെയ്ത് ഓരോ ഭാഗത്തേക്ക് ഓടിക്കൊണ്ടേയിരിക്കും. ഫ്രാങ്കി ആണെങ്കിൽ ഉഷാറായിട്ട് ഓടി അല്പദൂരം മുൻപോട്ടേക്ക് വരുമ്പോഴായിരിക്കും അവൻ ആ പെർഫോമൻസ് ഹോളിലേക്ക് എത്താൻ പോവുകയാണെന്ന് തിരിച്ചറിയുക. അതൊക്കെ അവിടേക്ക് എത്തിയ അത് വലിയ അപകടമാണെന്ന് മനസ്സിലാക്കിയ ഫ്രാങ്കി അവൻ നൈസായിട്ട് ടേൺ ചെയ്ത് കപ്പലിൽ യൂസ് ചെയ്യുന്ന ആ കാനോൻ അറ്റാക്ക് അത് അവൻ നേർക്ക് യൂസ് ചെയ്യാണ്. അതിന്റെ എഫക്റ്റില് ഫ്രാങ്കി തെറിച്ചു പോയി ദൂരേക്ക് വീഴും. ഇവിടെ വില്ലനാണെങ്കിൽ ആ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ട് ഫ്രാങ്കിക്ക് നേരെ വരികയാണ്. ഒരു കാരണവശാലും നിനക്കെന്നെ തകർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ വന്ന ഫോഴ്സിൽ ഇപ്പൊ ഫ്രാങ്കി ആഞ്ഞെട്ടിക്കും. ആ ഒരു ഇടിയിൽ ഫ്രാങ്കി അങ്ങനെ തെറിച്ചു പോയി അട്ടിച്ചു വീഴും. താഴെ വീണ ഫ്രാങ്കിയെ അവനാണെങ്കിൽ വീണ്ടും വീണ്ടും നിർത്താതെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതേസമയം ഇവിടെ കൈഡോയും കൈഡോയുടെ മകളും രണ്ടുപേരും ഒരുപാട് നേരം ഏറ്റുമുട്ടിയതിനു ശേഷം കൈഡോ ആണെങ്കിൽ അവളോട് പറയും, നീ കഴിച്ചത് ഒരു മിത്തിക്കൽ ഡബിൾ ഫ്രൂട്ട് ആണ്, ഡോം ഡബിൾ ഫ്രൂട്ട്. അതിന്റെ പവർ അത് നല്ലതുപോലെ നിന്റെ ബോഡിയിലുണ്ട്. അത് വളരെ റെയർ ആയിട്ടുള്ള ഒരു ഡബിൾ ഫ്രൂട്ട് ആണ്. ആ ഒരു ഡബിൾ ഫ്രൂട്ട് അത് വാനോ കിൻഡത്തിൻ്റെതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മുടെ പെൺകുട്ടിക്ക് ആ വാനോ കിൻഡത്തോട് ഒരു പ്രത്യേക ചായവും സ്വന്തമായിട്ട് ഓടനാണെന്ന് അവകാശപ്പെടുന്നതും. കൈഡോ ആണെങ്കിൽ തീർത്തു പറയും, നീ ആഗ്രഹിക്കുന്നത് ഈ ഒരു വാനോ കിൻഡം പ്രൊട്ടക്ട് ചെയ്യണം എന്നല്ലേ? ധൈര്യമായിട്ട് ഈ വാനോ കിൻഡം പ്രൊട്ടക്ട് ചെയ്യാം. അതിനോടൊപ്പം എന്നെയും നമുക്ക് ഈ വാനോ കിൻഡം ഭരിക്കാം. അതിന് കൺട്രോൾ പോയ അവളാണെങ്കിൽ വീണ്ടും വീണ്ടും അവനെ ആഞ്ഞടിക്കും. എന്നെ കൊണ്ട് പറ്റില്ല, ഒരു കാരണവശാലും നിനക്ക് ഈ വാനോ കിൻഡം ഞാൻ വിട്ടുതരില്ല. ഇതിന്റെ അവകാശികൾ ഓഡനും മൊമന്റോസ്കിയോ ആണ്. അവർക്ക് ഈ ഒരു ഐലാൻഡ് ഞാൻ വിട്ടുകൊടുക്കും. മൊമന്റോസ്കിയെ പ്രൊട്ടക്ട് ചെയ്ത് ഓടനായി ഞാൻ ഇവിടെ തന്നെ ജീവിക്കുമെന്ന് പറഞ്ഞ് അവളെ നിർത്താതെ അറ്റാക്ക് ചെയ്യാണ്. കൈഡോയുടെ ആവശ്യം അവൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഫാക്ടറി അതെങ്ങനെയെങ്കിലും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് അവന്റെ ബിസിനസ് അത് എൻഹാൻസ് ചെയ്യുക എന്നതാണ്. അവന്റെ ആ ഒരു ബിസിനസ് അത് അവന്റെ മകളായിട്ടുള്ള യമട്ടോ അവൾ ഏറ്റെടുത്ത് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത് കേട്ട് അവളാണെങ്കിൽ ഇപ്പൊ ടെററാവും. ആക്ച്വലി അവളുടെ റിയൽ പവർ ഐസ് കൺട്രോൾ ചെയ്ത് അതുപയോഗിച്ച് അറ്റാക്ക് ചെയ്യുക എന്നതാണ്. അവളുടെ പപ്പയ്ക്ക് പവറും അവൾക്ക് ഐസ് പവറുമാണ്. അങ്ങനെ രണ്ടുപേരുടെ പവർ വെച്ച് പൊരിഞ്ഞ പോരാട്ടം. കൈഡോ ആണെങ്കിൽ തീർത്തു പറയും, ഒരു കാരണവശാലും ഈ ഐലാൻഡ് ഞാൻ കൈവിട്ട് കളയില്ല. അതുപോലെ തന്നെ ഓടന്റെ ആഗ്രഹപ്രകാരം ഇത് ഞാൻ ഓപ്പൺ ചെയ്യില്ല. ഇതൊരു ക്ലോസ്ഡ് ഐലാൻഡ് ആയിരിക്കും. ഇവിടുത്തെ ഭരണകർത്താവ് അത് ഞാനായിരിക്കും എന്ന് പറയും. കട്ട് ചെയ്താ ഇവിടെ ബ്രൂക്കിനെ കാണിക്കും. ബ്രൂക്ക് ആണെങ്കിൽ ചുറ്റും നോക്കും. ഫോഗ് പോലെ എന്തൊക്കെയോ ഇല്യൂഷൻസ് അത് അവന് ചുറ്റും അങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് റോബിൻ, അവളും കൺഫ്യൂസ്ഡ് ആയി ഇതൊരു ഇല്യൂഷനിൽ പെട്ടുപോവാണ്. അപ്പൊ അവൾ കാണും അവളുടെ അമ്മയുടെ രൂപവും അതുപോലെ തന്നെ അവളുടെ ഫ്രണ്ട് ആ ജയന്റിന്റെ രൂപവും ഒക്കെ തന്നെ അവളുടെ മുൻപിൽ കാണുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ഇപ്പൊ നമ്മുടെ കുഞ്ഞ് റോബിൻ അവളുടെ കടൽ തീരത്ത് എന്തോ ഒന്നിനെ നോക്കി നിൽക്കുകയാണ്. അത് മറ്റൊന്നുമല്ല ആ ജയന്റ് ആണെങ്കിൽ ഇപ്പൊ അവളുടെ അടുത്തേക്ക് വന്ന് പറയും, ഞാൻ നിന്റെ ശത്രു അല്ല, ഇവിടെ പെട്ടുപോയതാണ്. ഇവിടെയുള്ള ബാക്കിയുള്ള ജനങ്ങൾ കണ്ടാൽ തീർച്ചയായിട്ടും എന്നെ അറ്റാക്ക് ചെയ്ത് തുരത്തി ഓടിക്കും. സോ ദയവ് ചെയ്ത് നീ ആരോടും പറയാൻ പാടില്ല. ഈ സേഫ് ആയിട്ട് എവിടെയെങ്കിലും മറഞ്ഞിരിക്കണം എന്ന് പറയും. റോബിൻ ആണെങ്കിൽ അവനെ തന്നെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണ്. അതിനവൻ പറയും, എനിക്കറിയാം നിന്നെ കൊണ്ട് ഇത്തരത്തിലുള്ള വലിയ വലിയ രഹസ്യങ്ങളൊന്നും സൂക്ഷിക്കാനായിട്ട് കഴിയില്ല. നീ ആരോടെങ്കിലും എന്നെ കുറിച്ചുള്ള രഹസ്യം അത് പറയും, കാരണം നീ ഒരു ചെറിയ കുട്ടിയാണ്. അതിന് റോബിനാണെങ്കിൽ കാഷ്വലായിട്ട് പറയും,
ഞാൻ അത്ര ചെറിയ കുട്ടിയൊന്നുമല്ല. നിന്നെക്കുറിച്ച് ഞാൻ ആരോടും പറയില്ല. മാത്രമല്ല നീ ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ആളായിട്ടോ വലിയ പവർഫുൾ ആയ ആളായിട്ടോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. നല്ലൊരു ഫ്രണ്ടായിട്ടാണ് എനിക്ക് തോന്നണേന്ന് പറയും. അത് കേട്ട് അവനാണെങ്കിൽ അങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് റോബിനാണെങ്കിൽ ഇപ്പോൾ അവളുടെ പ്രൊഫസറിനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവൾക്ക് ഓർമ്മ വരും ആ ഒരു മരത്തിന്റെ മുകളിലുണ്ടായിരുന്ന വലിയ ലൈബ്രറിയും ആ പ്രൊഫസർ ആളാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്തതും അവൾക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തതും അങ്ങനെയെല്ലാം. പിന്നീട് അവൾ ശ്രദ്ധിക്കുക അവളുടെ അമ്മയുടെ രൂപമാണ്. ചെറുപ്പം മുതലേ അച്ഛനും അമ്മയും ഇല്ലാതെയാണ് അവൾ വളർന്നു വന്നത്. അവൾ ഒന്ന് വലുതായതിനു ശേഷമാണ് അവളുടെ അമ്മയെ ആദ്യമായിട്ടും അവസാനമായിട്ടും കണ്ടത്. പക്ഷേ അധിക സമയം അമ്മയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനോ അമ്മയുടെ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം റോബിനുണ്ടായില്ല. അവൾ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് കരയാണ്. പിന്നീട് അവളിപ്പോ ആ ഓരോ രൂപങ്ങളുടെ അടുത്തേക്ക് നടന്നടുക്കും. ആ ജയന്റ് ആണെങ്കിൽ അവൾ വളരെ വലിയ കുട്ടിയായി പോയെന്ന് അവളോട് പറയും. കട്ട് ചെയ്ത വീണ്ടും ആ ഫ്ലാഷ് ബാക്കിൽ ജയന്റ് ആണെങ്കിൽ കുട്ടി റോബിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. റോബിൻ ആണെങ്കിൽ ആ ജയന്റിനോട് പറയും, എന്റെ അമ്മ ഒരു ആർക്കിയോളജിസ്റ്റ് ആണ്. അമ്മയെ കണ്ട ഓർമ്മ പോലും എനിക്കില്ല. പക്ഷേ അമ്മ അധികം വൈകാതെ തിരികെ ഇവിടേക്ക് എത്തും. ആ സമയം ഒരു ആർക്കിയോളജിസ്റ്റ് ആയിട്ട് മാറി ഞാനും അമ്മയോടൊപ്പം പോവും. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് തീവ്രമായിട്ട് പഠിക്കുന്നത്. ഇതിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം, ഇത്രയും പ്രായം കുറഞ്ഞ ഒരു ആർക്കിയോളജിസ്റ്റിനെ അവൻ കണ്ടിട്ടില്ല. അവൾ വീണ്ടും പറയും ആ 100 years സീക്രട്ട് അതിനെക്കുറിച്ച് അറിയാനും അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാനുമാണ് എൻ്റെ അമ്മ പോയിരിക്കുന്നത്. അത് കേട്ട് ആ ജയന്റ് ഞെട്ടും. അവനാണെങ്കിൽ വണ്ടർ അടിച്ച് ഇപ്പോൾ അവളോട് ചോദിക്കും, നിന്റെ അമ്മ പോയിരിക്കുന്നത് പോണോഗ്ലിഫ് അന്വേഷിച്ചാണോ? മാത്രമല്ല നിന്റെ അമ്മയുടെ പേരെന്താ? റോബിൻ പറയും, അതെ, അമ്മ അന്വേഷിച്ച് പോയിരിക്കുന്നത് പോണോഗ്ലിഫ് ആണ്. മാത്രമല്ല എൻ്റെ അമ്മയുടെ പേര് ഒലീവിയ എന്നാണ്. അത് കേൾക്കേണ്ട താമസം ഒരു ചെറിയ ഹാർട്ട് അറ്റാക്ക് തന്നെ വന്ന് അവൻ താഴേക്ക് അടിച്ചു വീഴുകയാണ്. അവൾ ഷോക്കായിട്ട് എന്തു പറ്റി, എന്താ ഉണ്ടായെന്ന് ചോദിക്കും. അതിനവൻ പറയും, വോഹറ ഐലാൻഡ് അല്ലേ, ഇവിടേക്കാണ് ആ നേവി ആൾക്കാർ ഇപ്പൊ ലക്ഷ്യമാക്കി വരുന്നത്. നിങ്ങളെപ്പോലുള്ള എല്ലാവരെയും നശിപ്പിച്ചു കളയാനും ഈ ഒരു ഐലാൻഡ് അത് ചുട്ടരിക്കാനുമാണ് നേവിക്കാർ ഇവിടേക്ക് വരിക. ഒരാൾ പോലും പോണോഗ്ലിഫ് ഡീസൈഫർ ചെയ്യാൻ പാടില്ല എന്നതാണ് അവരുടെ ആവശ്യം. സോ എത്രയും വേഗം നിങ്ങൾ ഈ ഐലാൻഡ് വിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. പക്ഷെ അവരാണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ നേവിക്കാർ അവിടേക്ക് വന്ന് അറ്റാക്ക് ചെയ്യും. ആ ജയന്റ് അവന്റെ ജീവൻ പോലും പണയപ്പെടുത്തി അവളെ സേവ് ചെയ്യാണ്. മാത്രമല്ല അവളുടെ അമ്മയെ കാണാനും അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനും അവൾക്ക് കുറച്ച് സമയം മാത്രമാണ് ലഭിച്ചത്. ആ ജയന്റ് ആണെങ്കിൽ നിലവിളിച്ച് പറയും, എത്രയും വേഗം നീ കടലിലേക്ക് പോകണം. നിനക്ക് സ്നേഹിക്കുന്ന, നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നല്ല ഫ്രണ്ട്സിനെ കടലിൽ നിന്ന് കിട്ടും. തീർച്ചയായിട്ടും അവരോടൊപ്പം നീ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ റോബിനാണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെട്ട് ഇപ്പൊ ഇവിടം വരെ എത്തി. കട്ട് ചെയ്ത റോബിനാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് അവൾ ആ ഇല്യൂഷൻസിന്റെ അടുത്തേക്ക് പോവാണ്. സത്യത്തിൽ അത് ക്രിയേറ്റ് ചെയ്തത് ആ വില്ലത്തി പെണ്ണാണ്. അവളെ എങ്ങനെയെങ്കിലും ഡൈവേർട്ട് ചെയ്യുക എന്നതാണ് ബ്ലാക്ക് മേരിയ വില്ലത്തിയുടെ ഉദ്ദേശം. അതായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. നമ്മുടെ റോബിൻ അവൾ ക്യാഷ്വലായിട്ട് ഇപ്പൊ ആ വില്ലത്തിക്ക് നേരെ അങ്ങനെ തിരിയും. നീ എന്ത് കരുതി ഞാൻ ഈ ട്രാപ്പിൽ വീണു പോകുന്നോ? ഇവരെല്ലാവരും മരിച്ചു പോയവരാണ്. ഇത് ഇല്യൂഷൻ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഒരിക്കലും ഇതിൽ വീണു പോവില്ല. ഇവരെ കാണുമ്പോൾ എന്റെ ചൈൽഡ്ഹുഡ് മെമ്മറി ഒക്കെ എനിക്ക് വരുന്നുണ്ട്. പക്ഷെ ഇത് ട്രാപ്പ് ആണെന്നുള്ള ബോധ്യം അതെനിക്കുണ്ടെന്ന് പറയും. അടുത്ത നിമിഷം ആ ജയന്റ് ആണെങ്കിൽ അവൾ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. അവൾക്ക് മനസ്സിലാവും ആ വില്ലത്തിയുടെ അസിസ്റ്റൻസിനെ അവരുപയോഗിച്ചാണ് ആ വില്ലത്തി ഈ ഒരു ഇല്യൂഷൻസ് എല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്തതെന്ന്. റോബിനാണെങ്കിൽ ഞൊട്ടിയടയില് അവറ്റകളെ എല്ലാം തൂക്കിയെടുത്ത് നിലത്താഞ്ഞടിക്കും. അതിനുശേഷം അവസാനമായിട്ട് അവൾ അവളുടെ അമ്മയെ കണ്ട കാര്യം അത് ആലോചിക്കുകയാണ്. ഇത്രയും ചെറുപ്രായത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് അവളും പോണോഗ്ലിഫ് ഡീസേവർ ചെയ്യാൻ അവളായിരുന്നു. അവളുടെ അമ്മയുടെ കൂടെ പോവുക എന്നതായിരുന്നു അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ അത് സാധിച്ചില്ല. അന്ന് ജീവിതം മടുത്തുപോയ റോബിന് പുതിയൊരു ജീവൻ കൊടുത്തത് നമ്മുടെ ലൂഫിയാൻ ടീമാണ്. അവൾ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് ഇപ്പോൾ ഉച്ചത്തിൽ നിലവിളിച്ച് പറയും, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ. ഇതുപോലുള്ള ആപ്പുകൾ ഞാൻ വീടില്ല എന്ന് പറഞ്ഞ് ടെററായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.